നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ സിഐ അലീനയെ ചോദ്യം ചെയ്യുവാണ്. പിന്നീട് അലീനയോട് ചോദിച്ചു, അല്ല നിന്നെ രോഹിത്തും ഹരിശങ്കറും റേപ്പ് ചെയ്തില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇല്ല സാറേ ചെയ്തില്ല എന്ന് പറയണം. എടി പിന്നെ നിനക്ക് മയക്കുമരുന്ന് തന്ന് അവർ ചെയ്യാൻ ശ്രമിച്ചോ? അത് പിന്നെ സാറേ മയക്കുമരുന്ന് തന്നെന്നുള്ള ശരി തന്നെയാ, പക്ഷെ അവർ റേപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ റേപ്പ് അറ്റംപ്റ്റ് ഉണ്ടായില്ലെന്ന് ചോദിച്ചു. അത് പിന്നെ അങ്ങനെ അവരുടെ കയ്യിലൊക്കെ കയറി പിടിച്ചു, പക്ഷെ അതിനവർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞു. ഓ അതിനു മുമ്പ് നീ വയറ്റത്ത് കത്രയെ കുത്തിക്കയറ്റി മരിക്കാൻ ശ്രമിച്ചല്ലോ അല്ലേന്ന് ചോദിച്ചു. സാറേ ഞാൻ മരിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തല്ലത്, സ്വയം മുറിവേൽപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച. ഓ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവന്മാർ ഇട്ടിട്ട് പോയി. അതിനുശേഷം അടുത്ത വീട്ടിലെ ഡോക്ടർ വന്ന് നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, അങ്ങനെ നീ രക്ഷപ്പെട്ടു, അതല്ലേ സത്യം എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ശരിയാ സാറേ എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാടി അന്ന് പോലീസുകാർ അന്വേഷിക്കാൻ വന്നപ്പോൾ നീ ഈ സത്യങ്ങളൊന്നും പുറത്ത് പറയാതിരുന്നേ? എന്താടി നിനക്ക് നാവില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് പിന്നെ സാറേ കോളേജിൽ പഠിക്കുന്ന രണ്ട് ചെറുപ്പക്കാരല്ലേ, അവർക്ക് ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്, അവരുടെ ഭാവി നശിക്കരുതെന്ന് കരുതിയിട്ടാ. ഹോ അവരുടെ ഭാവി നശിക്കരുതെന്ന് കരുതിയിട്ട് ഇത് നീ ചെയ്യുന്ന സ്നേഹമാണോ അവരോടുള്ള, അതോ ഇനിയിപ്പോൾ തിന്ന ചോറിനുള്ള നന്ദിയാണോ ഔദാര്യമാണോ എന്നൊക്കെ ചോദിക്കണം. എന്താ സാറേ എടി ബാലേന്ദ്രനോടുള്ള കൂറാണോ നീ കാണിച്ചെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, സാറേ അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട, ഇത്രയും വലിയ സംഗതികളൊക്കെ ഉണ്ടായിട്ട് നീ അതെല്ലാം മറച്ചു വെച്ചു, എന്നിട്ടോ നീ അവന്മാരെ രക്ഷിച്ചു, എന്നിട്ടിപ്പോൾ എന്തായടി? ഇപ്പം നിനക്ക് അവന്മാരെ രക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? നീ എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു. ഞാനോ? എടി നിന്റെ മേത്ത് കാമം തീർക്കാൻ വന്ന അവന്മാര് അത് സാധിക്കാത്തതുകൊണ്ട് പാവം പിടിച്ചൊരു പെങ്കൊച്ചിനെ അവന്മാർ ഈ വിധം ആക്കിയിട്ടെ ഇപ്പം നിനക്ക് സമാധാനമല്ലോ. സാർ എന്താ പറയണേ? ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, ഇങ്ങനൊന്നും പറയല്ലേ സാറേ എന്ന് പറഞ്ഞു. പിന്നെ പറയരുത് പോലും, നീ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു. അലീനയ്ക്ക് ആകെപ്പാടെ വിഷമമായി. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പം അവന്മാരെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരുന്നുണ്ടോ? എന്നാ നീ ഇപ്പോഴും രക്ഷപ്പെടുത്തരുതെന്ന് പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണമെന്ന് പറഞ്ഞു. ആണോ? എന്നിട്ട് നീ എന്തുകൊണ്ടാടി മുമ്പ് അവന്മാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് തെറ്റാന്ന് പറയാതിരുന്നേ, ഒളിച്ചു വെച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവന്മാർക്ക് ശിക്ഷ കിട്ടണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അല്ല സാറേ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സിഐ ആ കസേരയിലേക്ക് അങ്ങോട്ട് പോയിരുന്നു. പിന്നീട് പറഞ്ഞു, ബാലേന്ദ്രൻ മേനോൻ്റെ മാൻ രോഹിത്തും അതുപോലെ ശിവശങ്കര മേനോൻ്റെ മാനം ഹരിശങ്കറും ചേർന്ന് മയക്കുമരുന്ന് നൽകി എന്നെ റേപ്പ് ചെയ്ത് ബലാത്കാരമായിട്ട് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു. ഒരു പരാതി ഇങ്ങോട്ട് എഴുതിത്തരാൻ പറഞ്ഞു. അല്ല സാറേ അത് പിന്നെ കൂടുതൽ ചോദ്യം പറിച്ചല്ലോ ഒന്നും വേണ്ട, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി, കേട്ടല്ലോ. ആ സമയയുടെ SI ഉണ്ടായിരുന്നു. SIയോട് പറഞ്ഞു, റൈറ്റർ എടുത്ത് കൊണ്ടുപോയിട്ട് ഇവളെ കൊണ്ട് പരാതി എഴുതി വായിപ്പിക്കാനായിട്ട് പറഞ്ഞു. ശരി സാറെന്ന് പറയണം, ചെല്ലടി ചെന്ന് പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു. അലീന ഇങ്ങനെ ദയനീയമായിട്ട് സിഐനെ നോക്കണം. പിന്നീട് SIയുടെ പിന്നാലെ അങ്ങോട്ടേക്ക് പോയി. സിഐ ഇങ്ങനെ രൂക്ഷമായിട്ട് അലീനയെ നോക്കണം. അലീനയെ നോക്കിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. SIയുടെ ക്യാബിനിലേക്ക് അലീനയും കൂട്ടി അയാൾ വരുവാണ്. പിന്നീട് അലീനോട് ചോദിച്ചു, നിനക്ക് എഴുത്തും വായനയ്ക്ക് അറിയാലോ അല്ലേന്ന് ചോദിച്ചു. അറിയാമെന്ന് പറയണം. അല്ല നിന്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമെന്ന് ചോദിച്ചു. അതൊക്കെ അറിയാം. അല്ല അതൊക്കെ എങ്ങനെ അറിയാം? സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓ അപ്പം നിനക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഏത് സ്കൂളിൻ്റെ ആടി? അതെ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് സാറേ, സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് കൂടാതെ JDയുടെ സർട്ടിഫിക്കറ്റും ഉണ്ട്. ഓ അത്രയൊക്കെ നിനക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു. പിന്നീട് അയാൾ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു PC അങ്ങോട്ടേക്ക് വന്നു. അതെ കുറച്ച് ഒരു പേനയും കുറച്ച് പേപ്പറും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ആ പേനയും പേപ്പറോട് കൊണ്ടുവച്ചു. പിന്നീട് അലീനോട് പറഞ്ഞു, എഴുതടിയെന്ന് പറഞ്ഞു. എന്താ സാറേ എന്താ എഴുതണ്ടേ? അവർക്കെതിരെയുള്ള പരാതി, അവർ ബലാത്കാരമായിട്ട് മയക്കുമരുന്ന് തന്ന് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന്. സാറേ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ, ഇപ്പം അത് പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് പരാതിയില്ല, ഞാനത് അന്നേ ക്ഷമിച്ചാന്ന് പറഞ്ഞു. അത് കേട്ടിനിപ്പോൾ അയാളൊന്ന് ചാടി എഴുന്നേറ്റിട്ട് കുറേ തെറി അങ്ങോട്ട് കൂട്ടിക്കെട്ടി പറയണം. അലീന ഒരു നിമിഷം ഇങ്ങനെ വല്ലാതെ പിന്നീട് നിനക്കെന്താടി പരാതി ഇല്ലല്ലേ? നീ അതെ അച്ഛനെ മോനെ ഒരുപോലെ വെച്ചോണ്ടിരുന്നവളല്ലേടി, അതുകൊണ്ടായിരിക്കും നിനക്ക് പരാതി ഇല്ലാത്ത അല്ലേന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ വൃത്തികെട്ട വാക്കുകൾ പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, സാറേ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. സാറിൻ്റെ വീട്ടിൽ അമ്മയോടും പെങ്ങളോടും ഒക്കെ സംസാരിക്കുന്ന രീതി എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞു. നീ എന്താടി എന്നെ പേടിപ്പിക്കാൻ വരുന്നോ? നിന്നെ 1-ാം പ്രതിയാക്കും ഇതിൽ ഞാനെന്ന് പറഞ്ഞു. ആക്കിയ സാറേ, എന്നാലും ഞാൻ പരാതി എഴുതി തരത്തില്ല എന്ന് പറഞ്ഞു.
പരാതി എഴുതി തരാത്തതിൻ്റെ പേരിൽ സാർ എന്ത് വെള്ളം ചെയ്തോളാൻ പറഞ്ഞു. ഓ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ, അന്നാ നിന്നെ കാണിച്ചു തന്നിട്ടുള്ളൂ. പിന്നീട് അവിടെ നിന്ന് വനിതാ പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, കീർത്തി ഇങ്ങോട്ട് വാ, ദേ ഇവളെ പ്രതി ചേർത്തേക്കാൻ പറഞ്ഞു. ഇവളാണ് ജ്യൂസിനകത്ത് മയക്കുമരുന്ന് കലർത്തി ആ പെൺകുട്ടിക്ക് കൊടുത്തവന്ന്, എല്ലാത്തിനും ഒത്താശ ചെയ്ത് ഇവളാന്നുള്ള കാര്യം, ഇവളുടെ പേരും കൂടെ അതും കൂടി ചേർത്തേരെ ഈ ബലാത്സംഗ കേസിൽ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അലീന പറഞ്ഞു, സാറേ പരാതി എഴുതി തരാത്തതിൻ്റെ പേരിൽ സാർ എന്ത് ചെയ്താലും ഇതേ ഉണ്ടല്ലോ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കും, ഞാൻ എന്തായാലും പരാതി എഴുതി തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. കീർത്തി ഇവളെ കൂട്ടിക്കൊണ്ടുപോയി ആ ലോക്കപ്പിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടേ ഇരുത്ത്, പരാതി എഴുതി തന്നതിന് ശേഷം ഇവളെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. വാടി ഇങ്ങോട്ടെന്നും പറഞ്ഞ് കീർത്തി അവളെ ഇങ്ങോട്ട് കൊണ്ടുപോയി. പിന്നീട് ഇവിടെ നിനക്കെന്താടി പരാതി എഴുതി തന്നാൽ? ഞാൻ എഴുതി തരത്തില്ലെന്ന് പറഞ്ഞല്ലോ മാഡം. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമെന്ന് ചോദിച്ചു. അതെ അഹങ്കാരമല്ല, പറയാനുള്ളത് ഞാൻ എവിടെയാണെങ്കിലും പറയുമെന്ന് പറഞ്ഞു. പിന്നീട് അവളെ കൊണ്ടുപോയി ലോക്കപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു, ഇരിക്കടിയെന്ന് പറഞ്ഞു. അവിടെ അലീന ഇരുന്നു. നിനക്ക് പരാതി എഴുതി തരാൻ മടിയല്ലേ, എങ്കിൽ നീ എഴുതി തണ്ടേ, നീ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കീർത്തി അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് രോഹിത് ഹരിശങ്കറും ഒക്കെ അലീനയെ നോക്കുവാണ് ലോക്കപ്പിൽ കിടന്നിട്ട്. ഇതേ സമയം രേവതിക്കുട്ടിയും ഒക്കെ അങ്ങനെ കുര്യച്ചൻ്റെ വീട്ടിൽ അടുക്കള തകൃതിയായ പണിയിലാണ്. അപ്പോൾ കുര്യച്ചൻ്റെ ഭാര്യയുണ്ട്. പിന്നീട് അവർ പറഞ്ഞതേ നിങ്ങൾ വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കുര്യച്ചൻ പോയി കുറച്ച് ബീഫും കപ്പ എന്ന് വേണ്ട ചിക്കനും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, ഓ ഇതൊക്കെ ഞങ്ങളവിടെ കഴിക്കാതെ കിടക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞു. അതെന്താ ഗ്രേസം വെച്ച് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അതെ ഇവളൊന്നും തരത്തില്ല എന്ന് പറഞ്ഞു. തരത്തില്ലാന്നോ? അതെന്താ വെക്കത്തില്ലെന്നാണോ അതോ ഇനിയിപ്പോൾ വെച്ചിട്ട് തരത്തില്ലെന്നാണോ? ഇനിയിപ്പോൾ വെക്കാൻ അറിയത്തില്ല ഇവൾക്ക്, എല്ലാം ഉണ്ടാക്കാൻ അറിയാം, നല്ല രുചിക്ക് ഉണ്ടാക്കുകയും ചെയ്യും, ഇവള് തനിച്ച് തിന്നുകയും ചെയ്യുമെന്ന് പറഞ്ഞു. തനിച്ച് തിന്നുമെന്നോ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അതെ ആൻറ്റി ഇങ്ങനെ കള്ളത്തരം പറയില്ലെന്ന് പറഞ്ഞു. തരത്തില്ല എന്ന് മാത്രം പറയരുത്, ദേ ഞാനെല്ലാം കൊടുക്കുന്നുണ്ട്. ബീഫ് ഫ്രൈ ആണെങ്കിൽ 3 പീസ്, കറിയാണെങ്കിൽ 30 ഗ്രാം, ചിക്കൻ കറിയാണെങ്കിൽ 30 ഗ്രാം, അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ കൊടുത്തില്ലേ പണി പാടും, BP ഷുഗർ കൊളസ്ട്രോൾ എല്ലാം ഉണ്ടെന്നേ, അങ്ങനെ ഞാൻ പിടിക്കുന്നോണ്ടാ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, അതൊരു നല്ല കാര്യമാണ്. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, ഇവള് വന്നതിന് ശേഷം എല്ലാം കൺട്രോൾ ആയിട്ടുണ്ട്. അപ്പോഴേക്കും കുര്യച്ചൻ്റെ ഭാര്യ പറഞ്ഞു, അതൊരു നല്ല കാര്യം തന്നെയല്ലേ, ഇങ്ങനെ നമ്മളെ നോക്കാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അസുഖങ്ങളൊക്കെ പകുതി ഭേദമാവെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഗ്രേസം പറഞ്ഞു, അത് ശരിയാ, ഇവള് വന്നതിന് ശേഷം മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അല്ല ഇവൾക്കെല്ലാം വെച്ചുണ്ടാക്കാനൊക്കെ അറിയാവോ? പിന്നെ എല്ലാം നല്ല ഭംഗിക്ക് നോക്കിക്കോളും, വീട് നല്ല വൃത്തിയാക്കും, ഞങ്ങളുടെ മരുന്ന് മന്ത്രം ഹോസ്പിറ്റൽ ചെക്കപ്പ് എന്ന് വേണ്ട സർവ്വ കാര്യങ്ങളും ഇവള് നോക്കും. ജോലിക്കാരിയായിട്ടല്ലേ ഇപ്പോൾ അവള്, ഇതേ ഇപ്പോഴാണ് ഇവളാണ് അവിടെ വീട്ടുകാരി, ഞങ്ങളല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, ഒന്ന് പോ ആൻറ്റി എന്നൊക്കെ പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോബിച്ചനും ഭാര്യ മീരയും കൊച്ചും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ പുറത്തേക്ക് ഇറങ്ങി ചെന്നു. ജോബിച്ചനെ കണ്ടു കഴിഞ്ഞപ്പം ജോബിച്ചാന്നൊക്കെ പറഞ്ഞൊരു കെട്ടിപ്പിടിക്കുന്നുണ്ട് ഗ്രേസമ്മ. എത്ര നാളായി ആൻറ്റി കണ്ടിട്ട്, എന്ത് ചെയ്യാനടാ, അവൻ മരിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരിടത്തും പുറത്തേക്ക് പോലും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ മീരയോട് പറഞ്ഞു, ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നല്ലേന്ന് ചോദിച്ചു. അതെ ആൻറ്റി, പക്ഷേ എങ്കിൽ വരുന്ന വഴിക്ക് ജോബിച്ചൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അവിടെ വന്ന് തങ്ങുന്നു, അവധി സമയത്ത് വന്ന് നിൽക്കുന്നു, പിന്നീട് ആൻറ്റിയുടെ മകനുമായിട്ട് സെക്കൻഡ് ഷോ സിനിമയ്ക്ക് രാത്രി ആരും അറിയാതെ പോയതുമായുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ജോബിച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗ്രേസം പറഞ്ഞു, അതൊക്കെ ഒരു കാലം, ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താവാനാ. ജോബിച്ചൻ പറഞ്ഞു, ആൻറ്റി ഒന്നും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? അവിടെ വന്ന ആൻറ്റിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം എത്രയോ വട്ടം കഴിച്ചിട്ടുള്ള ഞാൻ, അവധിയാകുമ്പത്തേനും അങ്ങോട്ടേക്ക് ഓടി വരത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. പിന്നീടാണ് രേവതിക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല ഇതാരാന്ന് ചോദിച്ചു. കുര്യച്ചൻ പറഞ്ഞു, അതൊക്കെ വിശദമായിട്ട് പറയാം, നിങ്ങളൊക്കെ അകത്തേക്ക് അങ്ങോട്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടി അകത്തേക്ക് കയറുവാണ്. ഇതേ സമയത്ത് ഭവിത മുറിയിൽ അമലുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ ഇന്നെനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മെസ്സേജ് അയച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ് ബബിതയ്ക്ക്. വീട്ടിൽ നടന്ന പ്രശ്നങ്ങളൊന്നും അവളെ അലട്ടിയിട്ടില്ല. ഈ സമയത്ത് ഒരു വോയിസ് മെസ്സേജും കൂടെ അയക്കുന്നുണ്ട് അമലിന്. അപ്പോഴേക്കുമാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. കൃഷ്ണമോൾ വന്നിട്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തു. കൃഷ്ണയ്ക്ക് സഹിച്ചില്ല. പിന്നീട് ബബിത നോക്കിക്കഴിഞ്ഞപ്പോൾ കൃഷ്ണ നിൽക്കുന്നുണ്ട്. നീ എന്താടി ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ മുറിയിലേക്ക് വരുന്നേ, എന്താന്ന് ചോദിച്ചു. അല്ല മുറിയിലേക്ക് വരുമ്പോൾ ഒന്ന് ചുമയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കണ്ടേ, ഒരു മര്യാദ ഇല്ലേന്ന് ചോദിച്ചു. ഓ മര്യാദ, ചേച്ചിക്ക് അത് കുറച്ച് കൂടുതലാണല്ലോ, നാണമുണ്ടോ ചേച്ചി? ഇത്രയൊക്കെ ആയിട്ടും ഈ കുടുംബത്തെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ലാത്ത, അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ
രോഹിത്തേണ്ണും അലീനി ചേച്ചി പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് ചേച്ചി ഇവിടെ ആ മുടിത്തലേനുമായിട്ട് ചാറ്റ് ചെയ്ത് സൊള്ളിക്കൊണ്ടിരിക്കുന്നു. അവനോട് വരാൻ പറയാനായിരിക്കില്ലേ, വിളിക്കുക. അവനെയും കൂടേക്ക് വിളിച്ചു എടുത്ത് അവൻ്റെ തല ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പറയണം. ഭയങ്കര ദേഷ്യമായിരുന്നു കൃഷ്ണമോൾക്ക്. അപ്പോഴേക്കും പറഞ്ഞു, നീ എന്താടി പറഞ്ഞേ? ചെയ്യൂന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. അവനെയും കൂടെ വിളിച്ചു വരുത്താൻ പറഞ്ഞു. ആരുമില്ലാത്ത സമയത്ത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ചേച്ചിയുടെ ഈ സ്വഭാവത്തിന് എന്താ പേരെന്നറിയാവോ? നീ എന്താടി പറഞ്ഞ നിന്നെ ചെവിക്കല്ലടിച്ച് ഓർക്കുമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാ, തല്ലുകൊള്ളാൻ വേണ്ടി ഇരിക്കുമല്ലേ? എൻ്റെ കൈ വെറുതെ മാങ്ങ പറിക്കാൻ പോയിക്കൊന്നുമല്ല എന്നും പറഞ്ഞിട്ട് കൃഷ്ണമോളും പോരുകോഴിയെപ്പോലെ നിൽക്കുകയാണ്. ബബിത ഒരു നിമിഷം ശങ്കിച്ചു പോയി. പിന്നീട് കഥ അങ്ങോട്ട് വലിച്ചടച്ചു. കൃഷ്ണമോൾക്ക് സങ്കടമായി. കൃഷ്ണമോള് സെറ്റി വന്നിരുന്ന് പൊട്ടിക്കരയുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയായിരുന്നു. അതേ സമയത്ത് ജോബിച്ചനോടും മീരയോടും കാര്യങ്ങളൊക്കെ ഗ്രഹസമയം മാമച്ചനൊക്കെ പറഞ്ഞു. രേവതിക്കുട്ടിയാണെങ്കിൽ കുട്ടായി അവിടുത്തെ മോനെയും കൊണ്ട് അതിനെ കളിപ്പിച്ചുകൊണ്ട് എല്ലാവരും നടക്കുകയാണ്. ആ സമയം ജോബിച്ചൻ ചോദിച്ചു, അല്ല ആ പെൺകുച്ച് പാവാണോ, സത്യസന്ധയാണെന്ന് ഉറപ്പുണ്ടോ? മാമച്ചൻ പറഞ്ഞു, 100% ക്രിസ്റ്റൽ ക്ലിയറാ. അവളുടെ സ്വഭാവം നല്ലതാ, നമുക്ക് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. അല്ല, അവർക്കിനി ചോദ്യം ചെയ്യാനാണെങ്കിൽ അവർ ചോദ്യം ചെയ്തോട്ടെ, ഇരുത്തിക്കോട്ടെ. പക്ഷേങ്കിൽ ഇത്ര സമയം ഇങ്ങനെ ഇരുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് കേട്ട് ഞാൻ ജോബിച്ചൻ പറഞ്ഞു, കേട്ടിടത്തോളം പരാതി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, നിസ്സാരമായിട്ടൊരു പരാതിയല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാമച്ചൻ പറഞ്ഞു, അല്ല അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ അവിടെ പിടിച്ചിരുത്തതിന് അർത്ഥമുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ അവളെ പിടിച്ചിരുത്തേണ്ട കാര്യമില്ലോ. അതാണ് ഞങ്ങൾക്ക് അറിയണ്ടേ. അവൾ എന്താണെങ്കിലും വീട്ടിലേക്ക് വരണം, അതാണ് ആവശ്യം എന്നൊക്കെ ജോബിച്ചനോട് പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.